നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റാമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ടു സോഴ്സ് എനർജിയാണ് ഇവിടെ. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സണെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്, അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, അവരെ റിലേഷനിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാണ് കാണിക്കുന്നത്. ചിലപ്പം അവരുടെ ഫാമിലി ആയിരിക്കാം, ഫാമിലിക്ക് ഈ റിലേഷൻ ഇഷ്ടമില്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നായിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകൾ ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതിനല്ല, അല്ലെങ്കിൽ ഈ റിലേഷൻ നന്നാവില്ല എന്നുള്ള രീതിയിൽ അവരെ ഈ റിലേഷനിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. 8 ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ. നിങ്ങൾ പേഴ്സന്റെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഈ ഒരു തെറ്റിദ്ധാരണയിൽ നിൽക്കുവാണെങ്കിൽ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ക്യൂനോ കപ്സും അതിന്റെ കൂടെ വന്നതാണ് കേട്ടോ. ക്യൂനോ കപ്സ് എനർജി കാണിക്കുന്നത് അവർക്ക് നിങ്ങളോട് ഇമോഷണൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ് ഈ റിലേഷൻ ഇങ്ങനെ നിലനിർത്തുന്നത്. അതായത് എത്രമാത്രം അവരോട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അതിൽ നിന്നൊക്കെ മാറി നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസിയിലോട്ട് അവരെ കൊണ്ടുപോകുന്നത് അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ആണ്. അത്രയും ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹവും പ്രണയവും ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. 6 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ് ഇവിടെ. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നുള്ള രീതിയിലാണ് നിങ്ങളുള്ളത്. അതായത് ഈ പേഴ്സൺ പല സമയത്തും, അതായത് എപ്പോഴും അവര് ഒരു നോ കോണ്ടാക്റ്റിലോട്ട് ലെസ് കോണ്ടാക്റ്റിലോട്ടൊക്കെ പോകുന്നുണ്ട്. കാരണം മറ്റുള്ളവർ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പം അവർ ചില സമയത്ത് ഒരു ഗ്യാപ്പ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ ആണ് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്, നിങ്ങളാണ് എപ്പോഴും എഫേർട്ട് ഇടുന്നത്, നിങ്ങളാണ് ഈ റിലേഷന് വേണ്ടി എപ്പോഴും ഒരു മുൻകൈ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ റിലേഷനിൽ ആളുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു എഫേർട്ട് വേണം, അവരും കൂടി റിലേഷനിൽ ഇൻവോൾവഡ് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 3 ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ. ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, ഒരു തേർഡ് പേഴ്സൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത്. അപ്പം അവരെ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അവരെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. ഇതിലും ബെറ്റർ ആയിട്ടുള്ള റിലേഷൻ കിട്ടുന്നോ, അല്ലെങ്കിൽ ലൈഫിൽ കൂടുതൽ നല്ല കാര്യങ്ങളോട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന ലെവലിലോട്ട് ചിന്തിക്കണം, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കാം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. പക്ഷെ അത് ഈ റിലേഷനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചിലരാണെങ്കിൽ ഈ റിലേഷൻ നന്നായിട്ട് പോകുന്നതിൽ ഇഷ്ടക്കേടുള്ളത് കൊണ്ട് പറയുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാവുന്നുണ്ട്, ഒരു തേർഡ് പേഴ്സന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ദ എംപറർ എനർജിയാണ്. അവര് നോർമലി തന്നെ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. കുറച്ച് അവരുടേതായിട്ടുള്ള ഒരു ഫോക്കസ്, അല്ലെങ്കിൽ ലൈഫിലൊരു ലക്ഷ്യം, അങ്ങനെ ഗോളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഒരുപാട് റിലേഷൻ, ഒരു ഇമോഷണൽ കണക്ഷൻ ഇങ്ങനെ എപ്പോഴും അവൈലബിൾ ആയി നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല നോർമലി. അതിന്റെ പുറത്താണ് ഇപ്പം മറ്റ് പേഴ്സൺസിന്റെ, അതായത് തേർഡ് പേഴ്സന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കൂടി വരുന്നത്. അത് ഈ റിലേഷനെ നന്നായിട്ട് നെഗറ്റീവായിട്ട് തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് സോഴ്സ് എനർജിയാണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ ചില സമയത്ത് അവര് സ്റ്റെക്കായി പോയ പോലെ, ഈ റിലേഷനിലോട്ട് ഒരു മുന്നോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ കെട്ടിയിട്ട പോലെയൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒരുപാട് കൺഫ്യൂസ് ചെയ്യിക്കുമ്പോൾ ഈ റിലേഷനിലോട്ട് വരണോ വേണ്ടയോ, ഞാൻ ഈ ഡിസിഷൻ എടുക്കുന്നത് ശരിയാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലോട്ട് അവർ പോകുന്നു എന്നുള്ളതാണ്. അപ്പം അവർക്കൊരു ഫ്രീ മൈൻഡഡ് ആയിട്ട് ഈ റിലേഷനെ കാണാനോ, അല്ലെങ്കിൽ അതുപോലെ ഈ റിലേഷൻ ഇടപെടാനോ അവർക്ക് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ നിങ്ങളുടെ പേഴ്സൺ, അവർക്ക് നിങ്ങളോട് ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവർക്കൊരു തീരുമാനത്തിലോട്ട് എത്താൻ പറ്റാത്ത രീതിയിൽ അവരെങ്ങനെ കൺഫ്യൂസ് ചെയ്യിച്ചുകൊണ്ട് മറ്റുള്ളവർ അവരുടെ ചുറ്റിനുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതാണ് ഈ റിലേഷൻ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ.
അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ന്യൂ ബിഗിനിങ് എന്നാണ് കാണിക്കുന്നത്. റിലേഷനിലൊരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്നതായിട്ടാണ്. ഇതുവരെ ഉണ്ടായ പോലെ അല്ലാതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ചേഞ്ചസ് ഈ റിലേഷൻ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ലേണിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അവർ ഈ റിലേഷനിൽ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഈ റിലേഷനിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരുത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഐ ലവ് യു എന്നാണ് പറയുന്നത്. അതായത് എന്തൊക്കെ ആയാലും, ആരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്താലും, ആരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മെസ്സേജ് കാർഡ് നോക്കാം. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് യൂണിവേഴ്സിനോട് ചോദിക്കുക എന്നുള്ളതാണ്. റൊമാൻസ് എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, എത്ര തടസ്സങ്ങൾ വന്നാലും, എത്ര പ്രശ്നങ്ങളിലൂടെ ഈ ഒരു റിലേഷൻ കടന്നു പോയാലും അവസാനം ഈ ഒരു റൊമാൻസ്, ഈ ഒരു സ്നേഹം, ഈ ഒരു പ്രണയം ആയിരിക്കും ജയിക്കുന്നത്. അതായിരിക്കും സക്സസ്ഫുൾ ആക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നത്. സക്സസ് ആവുന്ന ആ ഒരു സ്നേഹമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഒക്ടോബർ, നവംബർ, ലെറ്റർ എഫ്, 1996, ഉത്രാടം, ലെറ്റർ എ, 1998, അവിട്ടം, ഭരണി, കാർത്തിക, ഡിസംബർ, 1991, ലെറ്റർ ഡി, ലെറ്റർ എച്ച്, ജൂലൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.